ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ടേക്ക് ഇറ്റ് ഈസി. നമുക്കിന്ന് 2ാം ക്ലാസ്സിലെ 2ാമത്തെ യൂണിറ്റിലെ ഏതായിരുന്നു എ പീസ് ഓഫ് കേക്ക് അല്ലേ, അതിൻ്റെ കൂടെയുള്ള ഒരു ചെറിയ കഥയാണ് ലില്ലി ആൻഡ് ദ ബെയർ. ഓക്കെ, ലില്ലി ആൻഡ് ദ ബെയർ. നമുക്കതിൻ്റെ സ്റ്റോറി എന്താണെന്ന് നോക്കാം. ഓക്കെ നോക്കിയേ. ലില്ലി ഹാഡ് എ ടോയ്. എന്താണ്? ലില്ലി ഹാഡ് എ ടോയ്. ലില്ലിക്കൊരു ടോയ്, ഒരു കളിപ്പാട്ടം ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ടെഡി ബെയർ. എന്തായിരുന്നു ആ ടോയ്? ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ടെഡി ബെയർ ആയിരുന്നു അല്ലേ, ഒരു നല്ല മനോഹരമായിട്ടുള്ള ഒരു ടെഡി ബെയർ ആയിരുന്നു ലില്ലിയുടെ ആ ടോയ്. ഇറ്റ്സ് നെയിം വാസ് ബെല്ല. അപ്പോൾ എന്താണ് ആ ടെഡി ബെയറിൻ്റെ പേര്? ബെല്ല. ഓക്കെ, ലില്ലിക്കൊരു ടോയ് ഉണ്ടായിരുന്നു, ഒരു ഭംഗിയുള്ള ഒരു ടെഡി ബെയർ ആയിരുന്നു, ഒരു കരടിക്കുട്ടൻ്റെ ബൊമ്മയായിരുന്നു അല്ലേ, അതിനാണ് ടെഡി ബെയർ എന്ന് പറയാം. അതിൻ്റെ പേര് ബെല്ല എന്നായിരുന്നു. ആ ചിത്രത്തിൽ കണ്ടോ മക്കളെ, ഒരു പെൺകുട്ടി ആ ഒരു ടെഡി ബെയറിനെയും തൊപ്പിയൊക്കെ വെച്ച ടെഡി ബെയറിനെയും പിടിച്ചിരിക്കുന്നത് കണ്ടോ? ഓക്കെ, ആ ഇരിക്കുന്ന കുട്ടിയാണ് ലില്ലി, കയ്യിലുള്ളതാണ് ബെല്ല. ഓക്കെ, എന്നിട്ട് നോക്കൂ. ബെല്ല ഹാഡ് ഷൈനിങ് ബ്ലൂ ഐസ്. ബെല്ലയ്ക്ക് എന്താ ഉള്ളത്? നല്ല തിളങ്ങുന്ന നീല കണ്ണുകളുണ്ടായിരുന്നു. ബെല്ല ഹാഡ് ഷൈനിങ് ബ്ലൂ ഐസ്. ഇറ്റ് ഹാഡ് എ റെഡ് ക്യാപ്പ് ആൻഡ് എ ബ്രൗൺ ടൈ. എന്തൊക്കെയുണ്ടായിരുന്നത്? ഇറ്റ് ഹാഡ്, അതിനുണ്ടായിരുന്നു എന്ത്? എ റെഡ് ക്യാപ്പ്, ഒരു ചുവന്ന തൊപ്പി. പിന്നെയോ എ ബ്രൗൺ ടൈ. ഓക്കെ, ഒരു ബ്രൗൺ കളറിലുള്ള ഒരു എന്താണ് ടൈ, കഴുത്തിൽ കെട്ടിയിട്ടുണ്ടോ, ടൈയും ഉണ്ടായിരുന്നു ബെല്ലയ്ക്ക് അല്ലേ. ബെല്ല കുഡ് മേക്ക് എ വൂപ്പ് വൂപ്പ് സൗണ്ട്. ബെല്ല പിന്നെ എന്തുകൂടി ചെയ്യുമായിരുന്നു? ഒരു സൗണ്ട് ഉണ്ടാക്കുമായിരുന്നു. എന്താ സൗണ്ട്? വൂപ്പ് വൂപ്പ് എന്നുള്ള സൗണ്ടും കൂടി ഉണ്ടാക്കുമായിരുന്നു ബെല്ല. വൺ ഡേ ലില്ലി ഫൗണ്ട് ബെല്ല മിസ്സിങ്. ഒരു ദിവസം നോക്കുമ്പോൾ എന്താണ്? ലില്ലി നോക്കുമ്പോൾ ബെല്ലനെ കാണുന്നില്ല. ലില്ലി ഫൗണ്ട് ബെല്ല മിസ്സിങ്. ഷീ ഫെൽറ്റ് സാഡ്. ഓക്കെ, അവൾക്ക് ഭയങ്കര സങ്കടം വന്നു. ഓക്കെ, ഫെൽറ്റ് സാഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടം വന്നു. ഷീ സെർച്ച്ഡ് ഇറ്റ് എവ്രിവെയർ. അവൾ എല്ലാവരുടെയും ആ പാവയ്ക്ക്, ആ ബില്ലി എന്താണ് ഇതിന് വേണ്ടി, ടെഡി ബെയറിന് വേണ്ടി സെർച്ച് ചെയ്തു. ഓക്കെ, ഷീ സെർച്ച്ഡ് ഇറ്റ് എവ്രിവെയർ. ബെല്ലയ്ക്ക് വേണ്ടിയിട്ട് അവൾ എല്ലാവരുടെയും പരതി നടന്നു. എന്നിട്ടോ അങ്ങനെ പരതി നടക്കുമ്പം എന്താ കിട്ടിയെന്ന് നോക്കിയേ. ലില്ലി ഫൗണ്ട് ബെല്ലാസ് റെഡ് ക്യാപ്പ് നിയർ ദ ഗേറ്റ്. ഗേറ്റിൻ്റെ അടുത്തായിട്ട് എന്ത് കിട്ടി? ലില്ലിക്ക് ബെല്ലയുടെ ചുവന്ന തൊപ്പി കിടക്കുന്നത് കണ്ടു ലില്ലി. ഓക്കെ, ഷീ സോ ദ ഫുട് പ്രിൻറ്റ്സ് ഓഫ് എ ബിഗ് ബെയർ ദർ. എന്താ കണ്ടത്? ഷീ സോ ദ ഫുട് പ്രിൻറ്റ്സ് അല്ലേ, ഓഫ് എ ബിഗ് ബെയർ. എന്താ കണ്ടത്? ഫുട് പ്രിൻറ്റ്സ് കണ്ടു. ആരുടെ? വലിയൊരു കരടീൻ്റെ ഫുട് പ്രിൻറ്റ്സ് അവൾ അതിൻ്റെ അടുത്ത്, തൊപ്പിയുടെ ചുവന്ന തൊപ്പിയുടെ അടുത്തായിട്ട് ലില്ലി കണ്ടു. എന്നിട്ട് ലില്ലി എന്ത് തീരുമാനിച്ചു? ഐ മസ്റ്റ് ഫൈൻഡ് മൈ ബെല്ല. ഞാൻ എന്തായാലും എൻ്റെ ബെല്ലേനെ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ എന്ന് തീരുമാനിച്ചു. ഒന്നുകൂടെ വായിച്ചാൽ എന്താ പറഞ്ഞത്? ഐ മസ്റ്റ് ഫൈൻഡ് മൈ ബെല്ല. ഓക്കെ, ലില്ലി ടുക്ക് സം ബൺസ് ആൻഡ് എ ബോട്ടിൽ ഓഫ് വാട്ടർ ഇൻ ഹെർ ബാഗ്. എന്തൊക്കെയാണ് എടുത്തത്? ലില്ലി ടുക്ക് സം ബൺസ് ആൻഡ് എ ബോട്ടിൽ ഓഫ് വാട്ടർ ഇൻ ഹെർ ബാഗ്. ഓക്കെ, കുറച്ച് ബണ്ണും പിന്നെ ഒരു ബോട്ടിൽ നിറച്ച് വെള്ളമൊക്കെ എടുത്ത് ബാഗിൽ വെച്ചിട്ട് ലില്ലി എവിടെയോ പുറപ്പെട്ടു പോകാൻ വേണ്ടി നോക്കലാണ്. ഷീ സ്റ്റാർട്ടഡ് വാക്കിംഗ്. അവൾ നടക്കാൻ തുടങ്ങി. ഫോളോയിങ് ദ ഫുട് പ്രിൻറ്റ്സ്. ആ കരടീൻ്റെ ഫുട് പ്രിൻറ്റ്സ് നോക്കിയിട്ട് ലില്ലി എന്താണ്, ഒരു ബാഗിൽ കുറച്ച് ബണ്ണില്ലേ, നമ്മൾ തിന്നുന്ന ബണ്ണില്ലേ, ആ ബണ്ണും ഒരു കുപ്പിയിൽ നിറച്ചും വെള്ളമൊക്കെ എടുത്തൊരു ബാഗിൽ വെച്ച് അവൾ ബെല്ലയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നടക്കാൻ തുടങ്ങി. എന്നിട്ട് അങ്ങനെ നടന്ന് ലില്ലി എവിടെ എത്തി? ലില്ലി റീച്ച്ഡ് എ ഫോറസ്റ്റ് നിയർ ബൈ. എവിടെ എത്തിയത്? ലില്ലി എത്തി എന്ന് പറഞ്ഞാൽ എത്തി. ഓക്കെ, എ ഫോറസ്റ്റ് നിയർ ബൈ, അടുത്തുള്ള ഒരു കാട്ടിലെത്തി ലില്ലി അല്ലേ. ഷീ സോ എ ബിഗ് ബെയർ സിറ്റിംഗ് അണ്ടർ എ ട്രീ. അവൾ എന്താ കണ്ടത്? ഷീ സോ എ ബിഗ് ബെയർ, വലിയൊരു കരടി എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? സിറ്റിംഗ് അണ്ടർ എ ട്രീ, ഒരു മരത്തിൻ്റെ അടിയിൽ ഇങ്ങനെ ഇരിക്കുന്ന വലിയൊരു കരടിയെ ലില്ലി കണ്ടു.
ബെല്ല വാസ് ഇൻ ഇറ്റ്സ് ഹാൻഡ്സ്. ആ കരടീൻ്റെ കയ്യിൽ എന്താ ഉള്ളത്? ലില്ലിൻ്റെ ഫേവറേറ്റ് ടോയ് ആയ ബെല്ല ഉണ്ടായിരുന്നു കേട്ടോ. ദാറ്റ്സ് മൈ ടെഡി, ഗിവ് ഇറ്റ് ബാക്ക്, ലില്ലി സെഡ്. ലില്ലി എന്താ പറഞ്ഞത്? ദാറ്റ്സ് മൈ ടെഡി, ഗിവ് ഇറ്റ് ബാക്ക്. അത് എൻ്റെ ടെഡിയാണ്, ഓക്കെ, അത് എൻ്റെ പാവയാണ്, അതിനെ എനിക്ക് തിരിച്ചു തരൂ, ഗിവ് ഇറ്റ് ബാക്ക് എന്ന് ആര് പറഞ്ഞു? ലില്ലി പറഞ്ഞു. ലില്ലി സെഡ്. നോ, ദ ബെയർ ഗ്രൗൾഡ്. എന്താ ചെയ്തത്? കരടിയപ്പാട് ഗർജിച്ചു അല്ലേ? ഗ്രൗൾഡ് എന്ന് പറഞ്ഞാൽ ഗർജിച്ചു കേട്ടോ. ഇത് എൻ്റെ പാവയാണ് താന്ന് ലില്ലി പറഞ്ഞപ്പോൾ കരടി പറഞ്ഞു നോ, ഇത് നിൻ്റെ അല്ല എൻ്റെയാണ്, നോ എന്ന് പറഞ്ഞ് ഗർജിച്ചു. ഓക്കെ. അങ്ങനെ കരടി പറഞ്ഞപ്പോൾ ഒന്നും നമ്മുടെ ലില്ലിക്ക് ഒരു പേടിയില്ല കേട്ടോ. സി എന്താ ലില്ലി പറയുന്നത് നോക്കൂ. ഐ വോണ്ട് മൈ ബെല്ല ബാക്ക്, ലില്ലി ഷൗട്ടഡ്. എന്താ പറഞ്ഞത്? ഐ വോണ്ട് മൈ ബെല്ല ബാക്ക്, എനിക്ക് എൻ്റെ ബെല്ലയെ തിരിച്ചു വേണം. ഐ വോണ്ട് മൈ ബെല്ല ബാക്ക്, ലില്ലി ഷൗട്ടഡ്. ടേക്ക് ഇറ്റ് ഫ്രം മീ ഇഫ് യു ക്യാൻ, സെഡ് ദ ബെയർ. എന്താ പറഞ്ഞത്? പറ്റുമെങ്കിൽ നീ എൻ്റെ അടുത്ത് ഇത് എടുത്തിട്ട് പോ, എനിക്ക് കാണണമല്ലോ അല്ലേ. ടേക്ക് ഇറ്റ് ഫ്രം മീ, നീ എന്നിൽ നിന്ന് ഇത് എടുക്ക്, എൻ്റെ അടുത്ത് നീ ഇത് എടുക്കുക. എന്നാൽ ഇഫ് യു ക്യാൻ, നിനക്ക് കഴിയുമെങ്കിൽ നീ ഇത് എൻ്റെ അടുത്ത് നിന്ന് എടുക്കുക എന്ന് ആര് പറഞ്ഞു? ബെയർ പറഞ്ഞു, കരടി പറഞ്ഞു ലില്ലിയോട് കേട്ടോ. ഐ വിൽ, ലില്ലി സെഡ് ബോൾഡ്ലി. നല്ല ധൈര്യത്തിന് ലില്ലി എന്താ പറഞ്ഞത്? ഐ വിൽ, ഞാൻ എടുത്ത് കാണിച്ചു തരാം, ഞാൻ എടുക്കും അതിനെ എന്ന് ആര് പറഞ്ഞു? ലില്ലി പറഞ്ഞു. ഓക്കെ. ആർ യു സോ സ്ട്രോങ്? ദെൻ പ്രൂവ് ഇറ്റ്. എന്താ കരടി ചോദിക്കുന്നത് അറിയാം? നിനക്ക് അത്രയ്ക്ക് ശക്തിയുണ്ടോ? എൻ്റെ അടുത്ത് നിന്ന് കരടി ഈ ടെഡി ബെയറിനെ ഈ പാവക്കുട്ടിയെ എടുത്ത് കൊണ്ടുപോകാൻ മാത്രം നിനക്ക് ശക്തിയുണ്ടോ? ആർ യു സോ സ്ട്രോങ്? ദെൻ പ്രൂവ് ഇറ്റ്. എന്നാൽ പിന്നെ അത് നീ തെളിയിക്കെന്ന് കരടി പറഞ്ഞു. ഷുവർ, സെഡ് ലില്ലി. ശരി, ഞാനത് കാണിച്ചു തരാം എന്ന് ആര് പറഞ്ഞു? ലില്ലിയും പറഞ്ഞു. ഓക്കെ. എന്നിട്ട് എന്താണ്? അവരവരുടെ ശക്തി തെളിയിക്കാനുള്ള പരിപാടി തുടങ്ങി അല്ലേ. ബെയർ എന്ത് ചെയ്തു? ദ ബെയർ ടുക്ക് എ സ്റ്റോൺ. ഒരു വലിയൊരു കല്ലെടുത്തു ബെയർ അല്ലേ. കരടി വലിയൊരു കല്ലെടുത്തിട്ട് എന്ത് ചെയ്തു? ഹി ക്രഷ്ഡ് ഇറ്റ് ഇൻ ടു പീസസ്. എന്താ ചെയ്തത്? ഹി ക്രഷ്ഡ് ഇറ്റ്. ക്രഷ്ഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അതിനെ അമർത്തി തകർത്ത് പൊടിച്ചു കളഞ്ഞു. ഓക്കെ. ഹി ക്രഷ്ഡ് ഇറ്റ് ഇൻ ടു പീസസ്. ചെറിയ കഷ്ണങ്ങളായിട്ട് അതിനെ തകർത്ത് കളഞ്ഞു കരടി. ക്രഷ്ഡ് എന്ന് പറഞ്ഞാൽ തകർത്തു. ഓക്കെ. ലുക്ക് ഹൗ സ്ട്രോങ് ഐ ആം, ക്യാൻ യു ഡു ദിസ്, ചലഞ്ച് ദ ബെയർ. എന്താ ചോദിച്ചത്? നോക്ക്, ഞാൻ എത്ര ശക്തിയുള്ളതാണെന്ന് നീ കണ്ടോ? കല്ലിനെ ഞാൻ പൊടിച്ചു കളഞ്ഞു, നിനക്കിത് ചെയ്യാൻ പറ്റുമോ? ക്യാൻ യു ഡു ദിസ്, ചാലഞ്ച്ഡ്. ചാലഞ്ച് പറഞ്ഞാൽ വെല്ലുവിളിച്ചു. ഓക്കെ. ചാലഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ വെല്ലുവിളിക്കുക. ചാലഞ്ച്ഡ് ദ ബെയർ. ആ കരടി വെല്ലുവിളിച്ചു. ഓഫ് കോഴ്സ് സെഡ് ലില്ലി. പിന്നെ എന്താ? തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുമെന്ന് ലില്ലിയും പറഞ്ഞു അല്ലേ. ഓക്കെ. എങ്ങനെയാണ് ലില്ലി ചെയ്യുമെന്ന് നമുക്ക് നോക്കാമല്ലോ അല്ലേ. എന്നിട്ടോ അങ്ങനെ ലില്ലിക്കാവോ വലിയൊരു കല്ലെടുത്തിട്ട് പൊടിച്ചു കളയാൻ നമ്മളെ കൊണ്ടാവോ? നമ്മൾ മനുഷ്യന്മാരെ കൊണ്ടാവോ വലിയൊരു കല്ലെടുത്തിട്ട് ഞെക്കി പൊടിച്ചു കളയാൻ പറ്റുമോ? ഇല്ല അല്ലേ. പക്ഷേ നമ്മളെ ബുദ്ധി കൊണ്ട് രക്ഷപ്പെടാൻ പറ്റും. ലില്ലി ഇങ്ങനെ ആലോചിച്ചു എന്താ ചെയ്യാൻ പറ്റുമെന്ന് ലില്ലി ആലോചിച്ചു. എന്നിട്ടോ നോക്കിയേ, വായിക്കാലോ. ലില്ലി ഹാഡ് ആൻ ഐഡിയ. ലില്ലിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു. ഓക്കെ. ഷി ടുക്ക് എ ബൺ ആൻഡ് വെറ്റ് ഇറ്റ് സീക്രട്ട്ലി. എന്താ ചെയ്തത്? ഷി ടുക്ക് എ ബൺ. അവളൊരു ബൺ എടുത്തു. ടുക്ക്, ടേക്കിൻ്റെ പാസ്റ്റ് ടുക്ക്. ഓക്കെ. ഷി ടുക്ക് എ ബൺ. എന്നിട്ട് എന്ത് ചെയ്തു? ആൻഡ് വെറ്റ് ഇറ്റ് സീക്രട്ട്ലി. കുറച്ച് വെള്ളം എടുത്ത് ആ ബണ്ണിലേക്ക് ഒഴിച്ചു. ഓക്കെ. അതിനെ നനച്ചെടുത്തു. ദെൻ ഷി പ്രസ്ഡ് ദ ബൺ വിത്ത് ഹെർ ഹാൻഡ്സ്. എന്താ ചെയ്തത്? ദെൻ ഷി പ്രസ്ഡ് ദ ബൺ വിത്ത് ഹെർ ഹാൻഡ്സ്. അവളുടെ കൈയിൻ്റെ ഉള്ളിൽ ആ ബണ്ണ് വെച്ചിട്ട് ഇങ്ങനെ അമർത്തി ഞെക്കാൻ തുടങ്ങി. എന്നേരോ വാട്ടർ ഡ്രിപ്പ് ഡൗൺ ഫ്രം ഇറ്റ്. എന്താ? നനഞ്ഞ ബ്രെഡല്ലേ, അത് ഞെക്കിയാൽ എന്താ വരിക? അതിനകത്ത് നിന്ന് വെള്ളം ഇങ്ങനെ ഉറ്റാൻ തുടങ്ങും. ഓക്കെ. വാട്ടർ ഡ്രിപ്ഡ്. ഡ്രിപ്ഡ് എന്ന് പറഞ്ഞാൽ തുള്ളി തുള്ളിയായ വെള്ളം വീഴുന്നതിനാണ് ഡ്രിപ്ഡ് എന്ന് പറയുക. ഓക്കെ. വാട്ടർ ഡ്രിപ്പ് ഡൗൺ ഫ്രം ഇറ്റ്. ആ ബണ്ണിൻ്റെ അകത്ത് വെള്ളം തുള്ളി തുള്ളിയായി താഴോട്ടേക്ക് വീഴാൻ തുടങ്ങി. എന്നിട്ട് എന്താ ലില്ലി ചെയ്തത് പറഞ്ഞേ നോക്കൂ. കരടിയോട് എന്താ പറഞ്ഞേ നോക്കൂ. ലുക്ക് ഐ ക്യാൻ സ്ക്വീസ് വാട്ടർ ഔട്ട് ഓഫ് സ്റ്റോൺ, സെഡ് ലില്ലി. എന്താ ലില്ലി പറഞ്ഞത്? ഐ ക്യാൻ സ്ക്വീസ്. സ്ക്വീസ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഞെക്കിപ്പിഴിയുക. ഓക്കെ. ഐ ക്യാൻ സ്ക്വീസ് വാട്ടർ ഔട്ട് ഓഫ് സ്റ്റോൺ. കല്ലിൻ്റെ അകത്ത് എനിക്ക് വെള്ളം ഞെക്കിപ്പിഴിഞ്ഞെടുക്കാൻ പറ്റും എന്നാര് പറഞ്ഞു? ലില്ലി പറഞ്ഞു അല്ലേ. ഓ ഷീ സ്ട്രോങ്ങർ ദാൻ മീ, ദ ബെയർ വണ്ടേർഡ്. എൻ്റെ അമ്മോ, ഇവളെന്നെക്കായാലും ശക്തിയുള്ളവളാണല്ലോ എന്ന് ബെയർ ആകെ
അത്ഭുതപ്പെട്ടു, വണ്ടറടിച്ചു പോയി അല്ലേ. കാരണം അയാൾക്ക് ബെയറിന് കല്ല് പൊടിച്ചു കളയാനേ പറ്റുള്ളൂ. പക്ഷേ ലില്ലി എന്ത് ചെയ്തു? കല്ലല്ല ആക്ച്വലി, അതിന് പകരം ബണ്ണ് നനച്ചിട്ട് കയ്യിൽ വെച്ചിട്ട് ബെയറിനെ പറ്റിച്ചു അല്ലേ. ഞെക്കിയിട്ട് അതിൻ്റെ അകത്ത് വെള്ളം വരുത്തിയിട്ട് പറഞ്ഞു ഇത് കല്ലാണെന്ന് പറഞ്ഞ് ബെയറിനെ പറ്റിച്ചു. ഓക്കെ, അപ്പോൾ ബെയർ വിചാരിച്ചു ഇവള് എന്നെക്കാളും ശക്തിയുള്ളവളാണല്ലോ എന്ന് ബെയർ വിചാരിച്ചു. എന്നിട്ടും ബെയർ വിട്ടുകൊടുത്തില്ല. ഓക്കെ, ദ ബെയർ പ്ലേഡ് അനദർ ട്രിക്ക്. എന്നിട്ട് ബെയർ വിട്ടുകൊടുക്കാണ്ട് ബെയർ എന്ത് ചെയ്തു? വേറൊരു പ്ലാൻ എടുത്തു, വേറൊരു ട്രിക്ക് എടുത്തു. ഓക്കെ, ഹി പോയിൻറ്റഡ് ടു എ ലാർജ് ഹണി കോംബ് ഓൺ എ റോക്ക്. എന്താ ചെയ്തത്? അങ്ങ് വലിയ പാറയുടെ മേലെയുള്ള വലിയൊരു ഹണി കോംബ്. എന്താ ഹണി കോംബ് എന്ന് പറഞ്ഞാൽ മക്കളെ? തേനീച്ചേൻ്റെ കൂടില്ലേ, അതാ ലെഫ്റ്റ് സൈഡിൽ ഒരു ചിത്രം കണ്ടോ? മരത്തിൻ്റെ മേലെ തേനീച്ച കൂട് കൂട്ടിയിട്ട് നമ്മൾ തേനെടുക്കില്ലേ, പിഴിഞ്ഞിട്ട് അതിനകത്ത് തേൻ കിട്ടും നമുക്ക്. ഓക്കെ, അതിനാണ് ഹണി കോംബ് എന്ന് പറയുന്നത്. തേനീച്ച കൂട് കൂട്ടുന്ന തേനൊക്കെ കൊണ്ട് ശേഖരിച്ച് വെക്കുന്നത്, അതിനാണ് ഹണി കോംബ് എന്ന് പറയുക. ഓക്കെ, ഹണി എന്ന് പറഞ്ഞാൽ തേനാണ്. ഓക്കെ, ഹണി കോംബ്. ഓക്കെ, തേൻകൂട്. അപ്പോൾ എന്ത് ചെയ്തു കരടി? ഹി പോയിൻറ്റഡ് ടു എ ലാർജ് ഹണി കോംബ് ഓൺ എ റോക്ക്. വലിയ ദൂരെയുള്ള ഒരു പാറേൻ്റെ മേലെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു വലിയ തേൻകൂട് കാണിച്ചിട്ട് ബെയർ എന്തോ പറഞ്ഞു. ലുക്ക് ദർ, അവിടെ നോക്ക്. ബ്രിങ് ദാറ്റ് ഹണി കോംബ് ടു മീ. ആ തേൻകൂട് നീ പോയിട്ട് എനിക്ക് എടുത്ത് കൊണ്ടെത്താം. ബ്രിങ് എന്ന് പറഞ്ഞാൽ കൊണ്ടുവരിക. ഓക്കെ, ബ്രിങ് ദാറ്റ് ഹണി കോംബ് ടു മീ. ആ ഹണി കോംബ് നീ പോയിട്ട് എനിക്ക് എടുത്തു കൊണ്ടെത്താം എന്ന് പറഞ്ഞു. ആര്? ബെയർ ലില്ലിയോട് പറഞ്ഞു. ഇഫ് യു വിൻ, നീ ജയിച്ചാൽ. ഇഫ് യു വിൻ ചെയ്താണ് ജയിക്കുക അല്ലേ, വിൻ. ഇഫ് യു വിൻ, നീ ജയിച്ചാൽ യു വിൽ ഗെറ്റ് ദ ടെഡി ബാക്ക്. നീ ജയിച്ചാൽ നിനക്ക് ടെഡീനെ ഞാൻ എന്തായാലും തിരിച്ചു തരുന്നു. ആര് പറഞ്ഞു? ബെയർ ലില്ലിയോട് പറഞ്ഞു. ഓക്കെ, അപ്പം നമ്മുടെ ലില്ലി എന്താ പറഞ്ഞത്? ദാറ്റ് ഈസ് സോ സിമ്പിൾ സെഡ് ലില്ലി. എന്താ പറയുന്നത്? അത്രയേ ഉള്ളൂ, അത് വളരെ ഈസിയാണ്. ദാറ്റ് ഈസ് സോ സിമ്പിൾ സെഡ് ലില്ലി. ഷീ ടുക്ക് എ സ്ലിംഗ് ഷോട്ട് ഫ്രം ഹെർ ബാഗ്. എന്താ എടുത്തത്? സ്ലിംഗ് ഷോട്ട്. എന്താ സ്ലിംഗ് ഷോട്ട് എന്ന് പറഞ്ഞാൽ? കവണ. ആ ലെഫ്റ്റ് സൈഡിൽ ചിത്രത്തിൽ കണ്ടോ കവണ? നിങ്ങളുടെ എല്ലാം വീട്ടിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുമായിരിക്കും അല്ലേ? ഒരു മരത്തിൻ്റെ മേലെ ഒരു റബ്ബർ ബാൻഡൊക്കെ കെട്ടി ഇങ്ങനെ വലിച്ചു വിടുന്നത്. ഒരു കല്ലെടുത്ത് വെച്ചിട്ട് നമ്മൾ വലിച്ചു വിടുക. ഒക്കെ ഉണ്ടോ ലില്ലി അവിടെ ചെയ്ത് നോക്കിയ ചിത്രത്തിൽ? അതാണ് സ്ലിംഗ് ഷോട്ട്. ഓക്കെ, ഒരു സ്ലിംഗ് ഷോട്ട് ബാഗിലുണ്ടായിരുന്നു, അതിങ്ങനെ പുറത്തെടുത്തു. ഷീ ഷോട്ട് എ സ്റ്റോൺ ടുവേർഡ്സ് ദ ഹണി കോംബ്. എന്നിട്ട് എന്ത് ചെയ്തു? നിലത്തുനിന്ന് ഒരു കല്ലെടുത്തിട്ട് അവൾ അതിനെ ഇതിൻ്റെ സ്ലിംഗ് ഷോട്ടിൻ്റെ ആ കവണേൻ്റെ ഉള്ളിൽ വെച്ചിട്ട് വലിച്ചിട്ട് ഹണി കോമ്പിൽ നേരെ വിട്ടു. അന്നേരം എന്താ സംഭവിക്കുക? ഓർത്ത് നോക്കിയത് നിങ്ങൾ? നമുക്ക് കറക്റ്റായിട്ട് എറിഞ്ഞ് കൊള്ളിച്ച് അതിനെ താഴെ ഇടിക്കാൻ പറ്റും അല്ലേ? ഓക്കെ, നമുക്ക് നോക്കാമല്ലോ ബാക്കി അങ്ങനെയാണോ എന്ന്. നോക്കൂ. ദ ഹണി കോംബ് ഫെൽ ഡൗൺ. ആ ഹണി കോംബ് തേൻകൂട് താഴെ വീണു. ദ ഹണി കോംബ് ഫെൽ ഡൗൺ, താഴെ വീണു. സ്വീറ്റ് ഹണി സ്പ്ലാഷ്ഡ് ഓൾ അറൗണ്ട്. എന്താണ്? സ്വീറ്റ് ഹണി സ്പ്ലാഷ്ഡ് ഓൾ അറൗണ്ട്. എല്ലാവരുടെയും ആ സ്വീറ്റ് അല്ലേ, ആ തേനിങ്ങനെ തെറിച്ചു, എല്ലായിടത്തേക്കും തെറിച്ചു. ഹുറേ ഹണി. എന്താണ്? കരടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണങ്ങളിലൊന്നാണ് തേൻ. ഓക്കെ, ഹണി. ഹുറേ തേൻ എന്നും പറഞ്ഞുകൊണ്ട് കരടി അതാ ടെഡ്ഡി ബെയറിനൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ഓടി. ദ ബെയർ ത്രൂ ദ ടെഡ്ഡി എവേ ആൻഡ് റഷ് ടുവേർഡ്സ് ദ ഹണി കോംബ്. എന്താ ചെയ്തത്? കയ്യിലുണ്ടായിരുന്ന ടെഡ്ഡി അല്ലേ, നമ്മളെ ബെല്ല, ആ ടെഡ്ഡിയെ വലിച്ചെറിഞ്ഞിട്ട് ആ ബെയർ എന്ത് ചെയ്തു? തേനിൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി. ആര്? നമ്മുടെ ബെയർ. ഓക്കെ, എന്നിട്ട് എന്താ അവസാനം നമ്മളെ ബെയർ പറയുന്നത് നോക്കൂ. യു ആർ സ്ട്രോങ്ങർ ദാൻ മീ. നീ എന്നെക്കാളും സ്ട്രോങ് തന്നെയാണ്, ശക്തിയുള്ള ആൾ തന്നെയാണെന്ന് ബെയർ ലില്ലിയോട് പറഞ്ഞു അല്ലേ. ടേക്ക് യുവർ ടെഡ്ഡി. ഇതാ നിൻ്റെ ടെഡ്ഡിയെ നീ തന്നെ എടുത്തോളൂ, നിൻ്റെ പാവയെ, നിൻ്റെ ബെല്ലയെ നീ തന്നെ എടുത്തോളൂ എന്ന് ആര് പറഞ്ഞു? ബെയർ പറഞ്ഞു. ആരോട് പറഞ്ഞു? ലില്ലിയോട് പറഞ്ഞു. ആൻഡ് താങ്ക് യു ഫോർ ദ ഹണി. അതാണ് ബെയറിന് ഏറ്റവും ഹാപ്പി അല്ലേ. ആൻഡ് താങ്ക് യു ഫോർ ദ ഹണി സെഡ് ദ ബെയർ. അങ്ങനെ ബെയർ പറഞ്ഞു. ഓക്കെ, വളരെ നന്ദിയുണ്ട്, ഈ ഹണി, ഈ തേൻ എനിക്ക് തന്നതിന് വളരെ നന്ദിയുണ്ടെന്ന് പറഞ്ഞു. ലില്ലി ടുക്ക് ബെല്ല ആൻഡ് വെൻറ്റ് ഹോം ഹാപ്പിലി. ലില്ലി ബെല്ലയെ എടുത്തിട്ട് വീട്ടിലേക്ക് സന്തോഷത്തോടു കൂടി തിരിച്ചുപോയി. ഓക്കെ, അതാണ് കഥ. നല്ല കഥയല്ലേ മക്കളെ? എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഓക്കെ, ഇനി ചെറിയൊരു ആക്ടിവിറ്റിയാണ് കേട്ടോ, വളരെ ഈസി ആയിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ്. നോക്കൂ. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ആൻഡ് സെലക്ട് സെൻറ്റൻസസ് സ്യൂട്ടബിൾ ടു ദം. റൈറ്റ് ദ സെൻറ്റൻസസ് ഇൻ ദ ബോക്സസ് ഗിവൺ. ഓക്കെ, താഴെ ഒരു 6 സെൻറ്റൻസസ് തന്നിട്ടുണ്ട്. ഓക്കെ, അത് നോക്കിയിട്ട് അവിടെ ചിത്രങ്ങൾ, ഒരു 6 ചിത്രങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്, കുറേ ബോക്സും ഉണ്ട് അല്ലേ.
അതിന് സ്യൂട്ടാകുന്ന രീതിയിൽ താഴത്തെ സെൻറ്റൻസിനെ എടുത്ത് എഴുതാനാണ് പറയുന്നത്. ഓക്കെ, 6 ബോക്സുണ്ട്, 6 ചിത്രങ്ങളുമുണ്ട്. ഓക്കെ, 6 സെൻറ്റൻസസും ഉണ്ട്. അതിന് സ്യൂട്ടായിട്ട് എടുത്ത് എഴുതണം, അത്രയേ ഉള്ളൂ. ആദ്യം തന്നെ ഒരു ബെയർ ഇരിക്കുന്ന കാണുന്നുണ്ട് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ. സോ അവിടെ ഏതാ വരിക? ഏതാണ്? ലില്ലി സോ ദ ബിഗ് ബെയർ അണ്ടർ എ ട്രീ. മൂന്നാമത്തെ സെൻറ്റൻസാണ് അവിടെ വരിക അല്ലേ. ലില്ലി സോ ദ ബിഗ് ബെയർ അണ്ടർ എ ട്രീ. ഓക്കെ, തേർഡ് സെൻറ്റൻസാണ് ആദ്യത്തെ ചിത്രത്തിന് ലെഫ്റ്റ് സൈഡ് ചിത്രത്തിന് നേരെ വരിക. രണ്ടാമത് നോക്കിയേ, റൈറ്റ് സൈഡിൽ കണ്ടോ ഒരു പെൺകുട്ടി ലില്ലി നടന്നു പോകുമ്പോൾ ഫുട് പ്രിൻറ്റ്സ് കണ്ടത് കണ്ടോ? അവിടെ എഴുതണം ലില്ലി സോ ദ ഫുട് പ്രിൻറ്റ്സ് ഓഫ് എ ബിഗ് ബെയർ. എന്താ കണ്ടത്? ലില്ലി സോ ദ ഫുട് പ്രിൻറ്റ്സ് ഓഫ് എ ബിഗ് ബെയർ. ആറാമത്തെ സെൻറ്റൻസാണ് അവിടെ ചിത്രത്തിന് നേരെ വരിക. ഓക്കെ, ഇനിയോ അടുത്ത ചിത്രം നോക്കിയേ, തൊട്ട് താഴെ നോക്കിയേ. ബെയർ അതാ കല്ലെടുത്ത് പൊട്ടിക്കുമ്പോൾ ലില്ലി ഇങ്ങനെ നോക്കുന്നത് കണ്ടോ? ലെഫ്റ്റ് സൈഡ് ചിത്രം കണ്ടോ? ദ ബെയർ ക്രഷ്ഡ് ദ സ്റ്റോൺ ഇൻ ടു പീസസ്. ദ ബെയർ ക്രഷ്ഡ് ദ സ്റ്റോൺ ഇൻ ടു പീസസ്. അതാണ് അവിടെ വരിക അല്ലേ. താഴത്തെ നിൽക്കുന്ന പോയിന്റിൽ 4.4 അവിടെ വരിക. ഓക്കെ, ഇനി റൈറ്റ് സൈഡിൽ പിക്ചർ നോക്കി. ആ പെൺകുട്ടി സ്ലിംഗ് ഷോട്ട് ഉപയോഗിക്കുന്നത് കണ്ടോ? അതാണ് കവണ ഉപയോഗിച്ച് എന്തോ ചെയ്യുന്നുണ്ട് അല്ലേ. അവിടെ നോക്കൂ, ലില്ലി ഷോട്ട് എ സ്റ്റോൺ അറ്റ് ദ ഹണി കോംബ്. തേൻകൂട്ടിലേക്ക് ഒരു കല്ലെടുത്തിട്ട് ലില്ലി ഷോട്ട് ചെയ്തു, എറിഞ്ഞു. ഓക്കെ, അതാണ് അടുത്തത്. അടുത്തത് നോക്കൂ, ലെഫ്റ്റ് സൈഡിലെ പിക്ചർ എന്താണ് കാണിക്കുന്നത്? ലില്ലി പ്രസ്ഡ് ദ ബൺ. ലില്ലി ബണ്ണ് കൈ വെച്ച് അമർത്തുന്നതാണ് അടുത്തത് കാണുന്നത്. ഓക്കെ, ലില്ലി പ്രസ്ഡ് ദ ബൺ. റൈറ്റ് സൈഡിലെ പിക്ചർ എന്താണ്? കരടി അതാ ഓടി വരുന്ന തേൻകൂടിൻ്റെ അടുത്തേക്ക് അല്ലേ. അപ്പോൾ അതാണ് ദ ഹണി കോംബ് ഫെൽ ഡൗൺ. ഓക്കെ, അഞ്ചാമത്തെ പോയിൻ്റാണ് ഏറ്റവും ലാസ്റ്റ് എഴുതുന്നത്, ദ ഹണി കോംബ് ഫെൽ ഡൗൺ എന്നുള്ളത്. ഓക്കെ, കൺഫ്യൂഷനൊന്നുമില്ലല്ലോ, ഈസിയാണ്. ഓക്കെ മക്കളെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ക്ലാസ്. ചെറിയൊരു സ്റ്റോറിയാണ്, ഒരു ചെറിയൊരു ഒരു ആക്ടിവിറ്റി മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും കഥ കേട്ടിട്ട് ആ ആക്ടിവിറ്റി ഒക്കെ ചെയ്യുക കേട്ടോ മക്കളെ. അത്രയേ ഉള്ളൂ. ബൈ മക്കളെ, സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.